ഹായ് ഹലോ മക്കളെ, ഗ്രൂപ്പ് ഡി എക്സാമിനേഷന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇത്രയും ദിവസം നമ്മുടെ പൂർണ്ണ എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പഠിച്ച കാര്യങ്ങളെല്ലാം കൺസോൾട്ടേറ്റ് ചെയ്ത് നമുക്ക് മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റും. അതിന് പ്രോപ്പർ ആയിട്ട് റിവിഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഈ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഈ ഒരു രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 70 മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോർ അടിക്കാതെ ഒരു ദിവസം ഒരു 10-12 മണിക്കൂർ എങ്ങനെ റിവിഷൻ ചെയ്യാമെന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സോ വെൽക്കം ടു അവർ ചാനൽ. സോ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, നമുക്കറിയാവുന്ന പോലെ തന്നെ 100 ചോദ്യങ്ങളുടെ ഒരു പരീക്ഷയാണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെ പോയാലും ഒരു 70 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഉറപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഓരോ സബ്ജക്ട്സും ഏതൊക്കെ എടുത്താണ് പഠിക്കേണ്ടത് ഈ അവസാന നിമിഷം, അതുപോലെ തന്നെ ഓരോ സബ്ജക്ട്സിനെയും എന്തൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം പഠിക്കാൻ എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമുക്ക് മാത്സിലേക്ക് കിടക്കാനാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ 25 മാർക്കിന്റെ പരീക്ഷയിൽ എങ്ങനെ പോയാലും നമുക്ക് ഒരു 20 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തിരിക്കണം. സോ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഈ ഒരു 6 ടോപ്പിക്സ് എന്തായാലും മക്കളെ സൂപ്പർ ആയിട്ട് നിങ്ങൾ റിവിഷൻ നടത്തിയിട്ട് മാത്രമേ പോകാനായിട്ട് പാടുള്ളൂ. കാരണം എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഈ ഒരു 6 ടോപ്പിക്ക് നല്ല തറോ ആയിട്ട് റിവിഷൻ നടത്തുക. ഓരോ ടോപ്പിക്കും എടുത്തെടുത്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്ത് പ്രോപ്പർ ആയിട്ട് തറവാക്കി പോയി കഴിഞ്ഞാൽ ഒരു 20 മാർക്കിന് മുകളിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ഉറപ്പിക്കാനായിട്ട് പറ്റും. അടുത്തത് റീസണിംഗ് ആണ്. റീസണിങ്ങിന്റെ ഈ ഒരു 7 ടോപ്പിക്, അനലോഗി, ബ്ലഡ്, ക്ലാസിഫിക്കേഷൻ, സീറ്റിംഗ്, കോഡിംഗ്, നമ്പർ സീരീസ്, ഡയറക്ഷൻ തുടങ്ങിയ 7 ടോപ്പിക്കുകളിൽ നിന്ന് നമുക്ക് എന്തായാലും 25 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു 7 ടോപ്പിക്കും റീസണിങ്ങിൽ നിന്നും മിസ്സാക്കാനായിട്ട് പാടില്ല. ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം 45 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാൻ ഒരു അവസരം ഉണ്ടായി കഴിഞ്ഞു. സോ ഈ 2 ടോപ്പിക്കുകളും, അതായത് മാത്സും റീസണിങ്ങും ഇതേപോലെ തന്നെ ഇതേ ടോപ്പിക് വൈസ് എടുത്ത് ഇതേ രീതിക്ക് തന്നെ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് എടുത്ത് റിവൈസ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ലാസ്റ്റ് ഡേയ്സ് പുതുതായിട്ടൊന്നും പഠിക്കാനായിട്ട് നിൽക്കല്ല. ഈ ടോപ്പിക്കിൽ എന്താണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അതങ്ങ് പഠിക്കുക, അതിനുശേഷം മോക്ക് ടെസ്റ്റ് എടുക്കുക. വേറെ ഒന്നും എക്സ്ട്രാ ചെയ്യാനായിട്ട് പോകണ്ട. ഇനി മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സബ്ജക്റ്റുകൾ, സയൻസും അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സും. സയൻസ് സബ്ജക്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, സയൻസ് ഇനി ഒന്നും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവല്ലേ. പുതുതായിട്ടൊന്നും ഒരു ടോപ്പിക്കും പഠിക്കല്ലേ. ഒരു സബ്ജക്ട് മിസ് ആയിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ. ഫോർ എക്സാമ്പിൾ സയൻസിൽ ഫിസിക്സോ കെമിസ്ട്രിയോ ഏതെങ്കിലും ഒന്ന് പഠിക്കാത്തതുണ്ടെങ്കിൽ നമ്മൾ അതിന് എക്സ്ട്രാ പഠിക്കാനായിട്ട് പോകണ്ട. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൽ ഓരോന്നിന്റെയും സബ്ജക്ട് വൈസ്, ഫിസിക്സ് ആയാലും ശരി കെമിസ്ട്രി ആയാലും ശരി, ഇതിന്റെയൊക്കെ ഒരു ടോപ്പിക് വൈസ് PYQ എടുക്കുക. PYQ എടുത്തതിന് ശേഷം ഡെയിലി ഈ ഒരു PYQs തന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 3 ദിവസത്തിൽ എന്താണ് നമുക്ക് അടുത്തൊരു 3 ദിവസത്തിൽ പ്രോപ്പർ ആയിട്ട് മാക്സിമം സയൻസിൽ നിന്നുള്ള PYQs റിവൈസ് ചെയ്ത് പഠിച്ച് കഴിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ PYQ എടുക്കുക. നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ കീ നോക്കി അതിന്റെ ആൻസർ അങ്ങ് പഠിച്ചേക്കുക. ഇതാണ് സയൻസ് പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ലാസ്റ്റ് ദിവസങ്ങളിൽ ഒരു ബുക്ക് പോലും നിങ്ങൾ തുറക്കാൻ നിൽക്കല്ലേ, സയൻസിന്റെ ഒരു ചാപ്റ്റർ പോലും വായിക്കാൻ നിൽക്കല്ലേ. ഇങ്ങനെ PYQ ബേസ് ചെയ്ത് മാത്രം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ്സിൽ മക്കളെ ആദ്യമേ തന്നെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചു തീർക്കുക. കറണ്ട് അഫയേഴ്സിൽ യാതൊരു കോംപ്രമൈസും വരുത്താനായിട്ട് പാടില്ല. കറണ്ട് അഫയേഴ്സ് എത്രയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുമോ അത്രയും മാക്സിമം പഠിച്ചു തീർക്കുക. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഞാൻ പറയുന്നത് പുതുതായിട്ടുള്ള ഒരു മാഗസീൻ ഒന്നും എടുത്ത് ഇപ്പോൾ ഒരു മാസത്തെ മാഗസീൻ എടുത്ത് പഠിച്ചു തുടങ്ങാനായിട്ട് നിൽക്കല്ലേ. നിങ്ങൾ മുന്നേ പഠിച്ചു വെച്ച കറണ്ട് അഫയർ മാഗസീൻ ഉണ്ടെങ്കിൽ അതിലെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ മാത്രം കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അത് അല്ല എന്നാണെങ്കിൽ എന്തെങ്കിലും ഫാക്ച്വൽ ആയിട്ടുള്ള 1 ലൈനർ ഒക്കെ കറണ്ട് അഫയേഴ്സിന്റെ കിട്ടുകയാണെങ്കിൽ അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാതെ ഒരിക്കലും മാഗസീൻ ഒന്നും എടുത്ത് വായിക്കാൻ നിൽക്കല്ലേ. ഇപ്പൊ നമ്മുടെ ഒരു ഫിലിം അവാർഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാ അവാർഡ്സും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ രീതിയിലേക്കൊന്നും പോവാൻ നിൽക്കല്ലേ ഈ ഒരു സമയത്ത്. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടും കൺസോൾട്ടേറ്റഡ് ആയിട്ടും വരുന്ന കറണ്ട് അഫയേഴ്സിന്റെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് മാത്രം വായിക്കുക. അതല്ല എന്നാണെങ്കിൽ മുമ്പേ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽസിന്റെ ഹൈലൈറ്റഡ് ഭാഗം മാത്രം വായിച്ചു പോവുക. അത് ചെയ്താൽ മതി മക്കളെ. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും പോകാൻ നിൽക്കണ്ട. ഇനി ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു സാധനമാണ് സ്റ്റാറ്റിക് GK. ഇത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇപ്പൊ ഇത്രയും സബ്ജക്ട്സ് പ്രോപ്പർ ആക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു സബ്ജക്റ്റിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ ഒരു സബ്ജക്ട് ഇതുവരെ പഠിച്ചിട്ടില്ല, പൊളിറ്റി, ജോഗ്രഫി അങ്ങനത്തെ സാധനങ്ങൾ ഒന്നും നോക്കിയിട്ടില്ല എന്നാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം PYQs തന്നെയാണ്. PYQs വെച്ചിട്ട് ടോപ്പ് 100ൽ നിൽക്കുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത്തരം ചോദ്യങ്ങൾ മാത്രം എടുത്തെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അതിൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് പൊളിറ്റിയിലെ ചില ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ ജോഗ്രഫിയിലെ ചില ഇപ്പോ സ്റ്റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ. അത്തരത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചില പോയിന്റുകൾ മാത്രം നിങ്ങൾ എടുത്ത് പഠിച്ചിട്ട് പോകാനാ മതി. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്താണ് 70+ മാർക്സിന് മുകളിൽ അഷ്യൂർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തായാലും മാക്സിമം ഉറപ്പുള്ള മാത്സ്, റീസണിംഗ് പോലുള്ള സബ്ജക്റ്റിൽ നിന്നും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. സയൻസിൽ നിന്നും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. കറണ്ട് അഫയേഴ്സിൽ നിന്നും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. ഇതാണ് ദ ബെസ്റ്റ് അപ്രോച്ച്. അപ്പൊ ഈ ഒരു അവസാന ദിവസങ്ങളിലേക്ക് കടന്നു കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ റിവൈസ് ചെയ്ത് തീർക്കാനായിട്ട് പോകുന്നത്?
ഇപ്പൊ സപ്പോസ് ഞാൻ പറയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത് മാത്സ് റീസണിങ് സബ്ജക്റ്റുകളല്ലേ. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മുടെ ഡേ തുടങ്ങി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1 hour നമ്മൾ എന്ത് ചെയ്യുക മക്കളെ, നമ്മുടെ മാത്സ് റീസണിങ് സബ്ജക്ട് പഠിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് പഠിക്കുക, ഒരു ഹാഫ് അവർ അരമണിക്കൂർ ബ്രേക്കിൽ നമ്മൾ എന്ത് പഠിക്കുക, സയൻസ് പഠിക്കുക. അപ്പൊ നമുക്കൊരു മടുപ്പ് തോന്നില്ല. ഓക്കെ, ആ ഒരു മടുപ്പ് അങ്ങ് ഒഴിവായി കിട്ടും. ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഇനി അടുത്ത ഒരു 1 hour എന്ത് ചെയ്യുക, വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുക, മാത്സ് റീസണിങ് പഠിക്കുക. അടുത്തൊരു ഹാഫ് അവർ എന്ത് ചെയ്യുക മക്കളെ, വീണ്ടും സയൻസ് തന്നെ പഠിക്കുക. ഇനി വീണ്ടും അടുത്തതിലേക്ക് കടക്കുമ്പോൾ വീണ്ടും നമ്മൾ ഒരു 1 hour എടുക്കുന്നു. അടുത്തൊരു ഹാഫ് അവർ നമ്മൾ എന്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക, നമ്മുടെ കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ മാറ്റി മാറ്റി പഠിച്ചു വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ദിവസം ഒരു 10-12 മണിക്കൂറൊക്കെ ഈസിലി പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ 10-12 മണിക്കൂർ ഈ ചെയ്യുന്ന റിവിഷൻ, അതായത് അവസാന ദിവസങ്ങളിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തികളാണ് ഡെഫിനറ്റ്ലി നമ്മളെ റാങ്കിലേക്ക് എത്തിക്കുക. അതല്ലാതെ ഒരിക്കലും നമ്മൾ മുന്നേ എത്രയൊക്കെ പഠിച്ചിട്ടുണ്ട്, എത്രയൊക്കെ എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഈ ദിവസങ്ങളിൽ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മളെ ടോപ്പർ ആക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള അപ്രോച്ചാണ് ഏറ്റവും ബെസ്റ്റ് വേ അവസാന ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു 2 ഫുൾ മോക്ക് ടെസ്റ്റുകളെങ്കിലും ദിവസവും എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, 2 ഫുൾ മോക്ക് ടെസ്റ്റുകൾ എന്തായാലും നിങ്ങൾ ഒരു ദിവസം എടുത്തിട്ടുണ്ടാവണം. നോ കോംപ്രമൈസ് അതിൻ്റെ അകത്ത്. കാരണം നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ എടുക്കുള്ളൂ എന്ന് വിചാരിക്കരുത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. കാരണം എല്ലാം പഠിച്ചതിന് ശേഷം എടുക്കാനുള്ള സാധനമല്ല മോക്ക് ടെസ്റ്റുകൾ. ഇപ്പൊ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കേണ്ട എങ്ങനെയാ, എത്രയൊക്കെ മോക്ക് ടെസ്റ്റുകൾ എടുക്കാൻ പറ്റുമോ അത്രയൊക്കെ മോക്ക് ടെസ്റ്റുകൾ എടുത്തേക്കുക. ഇപ്പൊ നമ്മൾ മോക്ക് ടെസ്റ്റ് എടുക്കുന്നത് പഠിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് മാത്സ് റീസണിങ് നല്ല അടിപൊളിയായിട്ട് അറിയാമെന്ന് വിചാരിക്കുക. GK സബ്ജക്ട്സിൽ അത്ര അറിയില്ല, കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അറിയില്ല, യാതൊരു കുഴപ്പമില്ല. നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ നല്ല മോക്ക് ടെസ്റ്റുകൾ ആണെങ്കിൽ അതിൽ നല്ല അടിപൊളി ചോദ്യങ്ങൾ ഉണ്ടാവും, റിപ്പീറ്റഡ് ആയിട്ടുള്ള PYQ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് തന്നെ അങ്ങോട്ട് പഠിച്ചാൽ മതി. സോ പഠിക്കാൻ വേണ്ടി കൂടി നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കാൻ നിൽക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾ സ്കോർ നോക്കണ്ട, പക്ഷേ മോക്ക് ടെസ്റ്റ് എടുക്കാതിരിക്കരുത്. ഒരു കാരണവശാലും മോക്ക് ടെസ്റ്റ് എടുക്കാൻ നിൽക്കരുത്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, അവസാന ദിവസങ്ങളിലെ ഒരു ലാസ്റ്റ് ദിവസത്തിന് മുന്നത്തെ ദിവസം വരെ നിങ്ങൾ റിവൈസ് ചെയ്യും, എന്നിട്ട് അവസാനത്തെ ഒരു ദിവസം മാത്രം 1-2 മോക്ക് ടെസ്റ്റുകൾ എടുക്കും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യല്ലേ. എത്ര മോക്ക് ടെസ്റ്റ് ഈ ദിവസങ്ങളിൽ എടുക്കാൻ പറ്റുമോ അത്രയും എടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ദിവസം 2 ഫുൾ മോക്ക് ടെസ്റ്റ് വെച്ചെങ്കിലും എന്തായാലും നിങ്ങൾ ടൈം മാനേജ്മെന്റ് അനുസരിച്ച് എടുത്തു പോവുക. അതാണ് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ ഒരു രീതിക്ക് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതിൽ യാതൊരു കോംപ്രമൈസും കാണിക്കില്ലടാ. കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും ദിവസം നിങ്ങൾ എടുത്ത എഫേർട്ട് മുഴുവനും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആയി പോകും. സോ നിങ്ങൾ ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങളുടെ പഠനം കറക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അനാവശ്യമായ ചിന്തകളിലേക്കോ നെഗറ്റീവ് തോട്ട്സിലേക്കോ ഒന്നും പോകണ്ട. ഫുൾ ടൈം മോട്ടിവേറ്റഡ് ആയിരിക്കുക. ഞാൻ പഠിച്ചു എന്ന് എനിക്കൊരു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവും ഇവിടെയില്ല. നമുക്ക് നമ്മുടെ ഉറപ്പ് മാത്രം മതി, മറ്റുള്ളവരുടെ ഉറപ്പ് നമുക്ക് ആവശ്യമില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിക്ക് പ്രോപ്പർ ആയിട്ട് റിവിഷൻ ഒക്കെ നടത്തി മുന്നോട്ട് കൊണ്ടുപോവുക. എക്സാം നല്ല രീതിക്ക് തന്നെ അറ്റൻഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.